മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ തെന്നല ബാലകൃഷ്ണ പിള്ളയാണ് അന്തരിച്ചിരിക്കുന്നത്. താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന അദ്ദേഹം നേതാക്കളോടും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളോടും സന്തത സഹചാരിയായിരുന്നു. എല്ലാ നേതാക്കളോടും ഒരേപോലെ പെരുമാറിയിരുന്ന സൗമ്യനായ മുഖത്തിന് ഉടമയായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നികത്താനാവാത്ത വിടവാണ് സംഭവിച്ചിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അതുകൂടാതെ തന്നെ 2 തവണ നിയമസഭയിലും 3 തവണ രാജ്യസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. ഇന്നും കേരളത്തിന്റെ ഏറ്റവും നല്ല നേതാവിനെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഏറ്റവും നല്ല നേതാവിനെയാണ് നമ്മൾക്ക് നഷ്ടമായിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഭൗതിക ശരീരം ഇനി സ്വവസതിയിലേക്കായിരിക്കുമോ കൊണ്ടുപോവുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ നിലമ്പൂരിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ആയതുകൊണ്ട് അത് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ അല്പം കൂടി വൈകിയേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് നിരവധി ആളുകളുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഭൗതികദേഹം കൊണ്ടുപോകും. ഒപ്പം KPCC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഇതൊക്കെ എപ്പോഴാണെന്നുള്ള സമയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്പം കൂടി വൈകിയാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അവരുടെ കൂടി തീരുമാനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൂടി അറിയിച്ചതിന് ശേഷം നമുക്ക് അത് സംബന്ധിച്ച അല്ലെങ്കിൽ സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഉള്ളത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. 2-3 ദിവസമായിട്ട് അവിടെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. പെട്ടെന്നുണ്ടായ ശ്വാസതടസ്സവും അതുപോലെ തന്നെ ശ്വാസതടസ്സം കാരണമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഒപ്പം അദ്ദേഹത്തിന് ചില വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏകദേശം 1 മാസം മുമ്പ് അദ്ദേഹം KPCC ആസ്ഥാനത്ത് വന്നിരുന്നു. കാരണം അച്ചടക്ക സമിതിയുടെ ചെയർമാൻ ആയിരുന്ന സമയത്തൊക്കെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ സൗമ്യനായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. ഒപ്പം KPCC ആസ്ഥാനത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ പോലും മറന്നിട്ട് അദ്ദേഹം നേരെ KPCC ആസ്ഥാനത്ത് എത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. പലപ്പോഴും ആ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി KPCC ആസ്ഥാനത്ത് കാത്തിരിക്കുന്ന പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയധികം ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ശൂരനാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അംഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് കൊല്ലം ജില്ലയിൽ കോൺഗ്രസിനെ വളർത്തുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള പ്രവർത്തനം, അന്ന് കൊല്ലവും പത്തനംതിട്ടയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ആ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ കോൺഗ്രസിനെ വളർത്തുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിയാണ് പല മേഖലകളിലും കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ഈ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാൽ തന്നെയും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്കും ഒപ്പം KPCC അധ്യക്ഷനും ഒക്കെ ആയ സമയത്താണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം മാറി വരുന്നത്. അതുപോലെ രാജ്യസഭ അംഗമായപ്പോഴൊക്കെയാണ് അങ്ങനെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാറുന്നത്. എങ്കിൽ തന്നെയും തെന്നല കൊല്ലത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് പരിപാടികളിലൊക്കെ തന്നെ തെന്നലയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊല്ലത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ തെന്നല പങ്കെടുക്കുമായിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക പരിപാടികളിലും തെന്നലയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സജീവമായിരുന്നു ഈ കുറച്ചു നാൾ മുമ്പ് വരെ. അതോടൊപ്പം നമുക്ക് ചേർത്ത് പറയാൻ കഴിയുന്നത്, ഏതൊരു നേതാവ് വന്നാലും ഈ സാധാരണ പോയി കാണുന്നത് അല്ലെങ്കിൽ നേതാക്കൾ പോയി കാണുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്ന് തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തോടുള്ള സ്നേഹവും പങ്കുവച്ച് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളും വാങ്ങിയായിരിക്കും നേതാക്കന്മാർ ജനപ്രതിനിധികളായോ മറ്റോ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഇതിലേക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് പോകപ്പെടുന്നത്. അപ്പോൾ അത്രയധികം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹകരണ മേഖലയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന തരത്തിലേക്ക് സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ മാറ്റിയതും ഇതൊക്കെ തെന്നല ഒരു നല്ല സഹകാരിയായി ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങളായി നമുക്ക് എടുത്തു പറയേണ്ടി വരും. നിലവിൽ
അദ്ദേഹത്തിന് വലിയ ചുമതലകളൊന്നും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം നേരത്തെ തന്നെ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ, ഒപ്പം പുതിയ തലമുറയ്ക്ക് ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അച്ചടക്ക സമിതി ചെയർമാനായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ കാര്യമായി ഇടപെടില്ലായിരുന്നു. പക്ഷേ KPCC ആസ്ഥാനത്ത് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ അദ്ദേഹം എത്തുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2001 AK ആന്റണി മന്ത്രിസഭ വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്ന് ഹൈക്കമാൻഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തി സ്വയം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിന്മാറുന്ന ഒരു താല്പര്യം അറിയിക്കുകയും അതുവഴി K മുരളീധരന് KPCC അധ്യക്ഷനാകാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. അതാണ് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും വാദഗതികൾ ഉന്നയിച്ച് കടിച്ചു തൂങ്ങുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്തും അത് തന്നെയായിരുന്നു. അദ്ദേഹം നിയമസഭ മത്സരിക്കുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം അവിടെ പ്രവർത്തിച്ച ആളുകൾ പലരും ഉണ്ട്. അവരൊക്കെ പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബിനോയ് തുടരുക. ഈ വാർത്ത നമ്മൾക്ക് ഇനിയും ഇതിലേക്ക് തന്നെയാണ് നമ്മൾ തിരികെ വരിക.